ഹായ് സ്റ്റുഡൻസ്, 7th യൂണിറ്റായ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ നിർമ്മാണമാണ്. ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷ. ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ നിന്ന് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിൽ നിന്ന് ഭക്ഷ്യ സുരക്ഷയിലേക്ക്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫാമിലി. ആ ഫാമിലിയിൽ കൃഷി ചെയ്യുന്നതും അവർ പല ടൈപ്പ് കൃഷികളൊക്കെ ചെയ്യുന്നത് ഇമേജിൽ കാണാം. ബിനീത്ത് ദ ക്ലിയർ സ്കൈ ദോ ലൈസ് ദ ഗ്രീൻ ഫീൽഡ്. ക്ലിയർ സ്കൈൻ്റെ താഴെയായിട്ട് എന്താണ്? പച്ചപ്പ് നിറഞ്ഞ വയലുകളുണ്ട്. ഹൗ എക്സൈറ്റിംഗ് ഇറ്റ് ടു സീ ദ ക്രോപ്സ് ഇൻ ദ ഗ്രീൻ പാഡി ഫീൽഡ് നോഡിങ് ഇൻ ദ ബ്രീസ്. ആ ഒരു ഗ്രീൻ പച്ചപ്പ് നിറഞ്ഞ നെൽവയൽ, അതിൽ ഓരോ നെൽ കതിരുകളും കാറ്റിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വളരെയധികം മനോഹരമാണ്. സിൻസ് ഇറ്റ്സ് എ ഹോളിഡേ മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻറ്റ് ടു ദ ഫാം വിത്ത് മൈ ഫാദർ ആൻഡ് മദർ. ഒരു അവധി ദിവസമായതിനാൽ ഞാനും എൻ്റെ സിസ്റ്ററും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വയലിലേക്ക് പോവാണ്. നോട്ട് ഓൺലി പാഡി ബട്ട് വെജിറ്റബിൾസ് ആർ ആൾസോ കൾട്ടിവേറ്റഡ് നിയർ ബൈ. നെല്ല് മാത്രമല്ല, കുറച്ച് പച്ചക്കറികളും അവർ കൃഷി ചെയ്യുന്നുണ്ട്. ദെയർ ആർ ആൾമോസ്റ്റ് ആൾ വെജിറ്റബിൾ ലൈക്ക് എഗ് പ്ലാന്റ്, ബ്രിഞ്ചാൾ, യാർഡ്, ലോങ് ബീൻസ്, സ്നേക്ക് ഗോഡ്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, യാം, സൗഗം എക്സെട്ര ടു ഹാർവെസ്റ്റ്. പല ടൈപ്പ് പച്ചക്കറികൾ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ആ പച്ചക്കറികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. I was amazed at the sight of the garden ready to be harvested. വിളവെടുക്കാൻ റെഡി ആയിരിക്കുന്ന ആ ഒരു വയലിൻ്റെ കാഴ്ച കണ്ടിട്ട് ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു. ടുഡേ വി റിട്ടേൺ ഹോം വിത്ത് എ ലോട്ട് മോർ ദാൻ യൂഷ്വൽ ആൻഡ് ഹാർവെസ്റ്റ്. എന്നും വിളവെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് വിളവ് കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് വീട്ടിലേക്ക് പോകുന്നത്. മൈ ഫാദർ ആൾവേസ് കൾട്ടിവേറ്റ് ആൾമോസ്റ്റ് ആൾ തിങ്സ് വി നീഡ് ആസ് ഫുഡ്. ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് ആവശ്യമായ ഏകദേശം എല്ലാ സാധനങ്ങളും എൻ്റെ അച്ഛൻ കൃഷി ചെയ്യാറുണ്ട്. ആസ് വി ഗോട്ട് മോർ ദാൻ യൂഷ്വൽ മൈ മദർ ഗേവ് സം ടു കീർത്തീസ് ഹൗസ് ആൻഡ് സോൾഡ് ദ റെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഒരുപാട് വിളവ് ലഭിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അതിൽ കുറച്ച് ഭാഗം കീർത്തിയുടെ വീട്ടിലേക്ക് കൊടുത്തു, അതായത് അവരുടെ നെയ്ബറിന് കൊടുത്തു. അതുപോലെ തന്നെ ബാക്കി അവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. യു ഹാവ് റെഡ് ആൻ എക്സെപ്റ്റ് ഫ്രം നീതുസ് ഡയറി. നീതുവിൻ്റെ ഡയറിയിലൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ഡു ദേ കൾട്ടിവേറ്റ് ഫോർ ഡെയിലി പർപ്പസ്. അവരുടെ ഡെയിലിയുള്ള വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള എന്തൊക്കെ ഫുഡുകളാണ് അവർ കൃഷി ചെയ്യുന്നത്? പാഡി ഉണ്ട്, നെല്ലുണ്ട്. ദെൻ പച്ചക്കറികളായിട്ട് എഗ് പ്ലാന്റ്, സ്പിനാച്ച്, യാം, ബ്രിഞ്ചൽ, സ്നേക്ക് ഗോഡ്, ലേഡീസ് ഫിംഗർ. വീണ്ടും ഒരുപാട് പച്ചക്കറികളുണ്ട് ആ ലിസ്റ്റിൽ. അത് നിങ്ങൾ നോക്കി ഇവിടെ എഴുതുക. ഹൗ ഇസ് സർപ്ലസ് പ്രൊഡക്ഷൻ യൂസ്ഡ്. ഒരുപാട് പ്രൊഡക്ഷൻ ലഭിച്ചപ്പോൾ അവരെങ്ങനെയാണ് അത് യൂസ് ചെയ്തത്? ദേ ഷെയർഡ് ഇറ്റ് വിത്ത് ദെയർ നെയ്ബേഴ്സ്. ഷെയറിങ് വിത്ത് നെയ്ബേഴ്സ്, അയൽവാസികളൊക്കെ ഒത്ത് അത് ഷെയർ ചെയ്തു. കീർത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ദെൻ സെല്ലിങ് ഇൻ ദ മാർക്കറ്റ്. ബാക്കിയുള്ളത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സച്ച് ഫാമിങ്. അത്തരത്തിലുള്ള ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള അധികം കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഭക്ഷണം അവർക്ക് ലഭിക്കുന്നു. ഹെൽത്തി ലിവിങ് കണ്ടീഷൻ, നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവുന്നു അവർക്ക്. അതിൽ നിന്നൊരു നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നു. അഗ്രികൾച്ചർ ഹാസ് പെയ്ഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ട്രാൻസ്ഫോമിങ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം എ ഹണ്ടർ ഗ്യാദറർ ടു എ മോഡേൺ മാൻ. മനുഷ്യരെ ഒരു ഹണ്ടർ, അതുപോലെ ഗ്യാദറർ, വേട്ടയാടി ഭക്ഷിക്കുക, അതുപോലെ തന്നെ പല ഫുഡും കാടുകളിൽ നിന്നൊക്കെ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു മോഡേൺ മാനായിട്ട് മനുഷ്യനെ മാറ്റുന്നതിൽ കൃഷിക്ക് ഒരുപാട് വലിയ റോളുണ്ട്. ദ നെസസറി സിസ്റ്റം for social life such as family, community, village and town emerged with the beginning of agriculture. social systems ആയ ഫാമിലി സിസ്റ്റം, കുടുംബം, കമ്മ്യൂണിറ്റി, അതുപോലെ ഗ്രാമം, ടൗണ്, ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റുകളൊക്കെ ഫോം ചെയ്തത് കൃഷി തുടങ്ങിയതിന് ശേഷമാണ്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആളുകൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ അവർ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി അതൊരു വില്ലേജും ടൗണൊക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. Over a period of time, man shifted from subsistence-based agriculture to market-based agriculture. Subsistence-based agriculture എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൃഷി ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാർക്കറ്റ് ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക. ഈ ഒരു സിസ്റ്റത്തിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങി. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ ഫാമിംഗ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ മാൻ ഓവർ ദ ഇയേഴ്സ്. ഓരോ വർഷങ്ങൾ
ആയിട്ട് മനുഷ്യർ അഡോപ്റ്റ് ചെയ്തു വരുന്ന ഫാമിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒറിജിൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ഉത്ഭവം. നൊമാഡിക് മാൻ ബിഗാൻ ഫാമിംഗ് അറൗണ്ട് 7000 BCE. ഏകദേശം 7000 BCയിലാണ് ആളുകൾ കൃഷി തുടങ്ങിയത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് അറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ മെസപ്പട്ടോമിയ, ടർക്കി, ഈജിപ്ത്, വെസ്റ്റേൺ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഈ സ്ഥലങ്ങളിലൊക്കെ ഡിഫറെൻറ്റ് ടൈംസിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ആളുകൾ കൃഷി തുടങ്ങി. അറൗണ്ട് 3000 BCE ആൻ അഗ്രേറിയൻ കൾച്ചർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ അലോങ് വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈമിൽ ഏകദേശം 3000 BCയിലാണ് ഇന്ത്യയിൽ ഒരു കൾച്ചർ ഒരു കൃഷി എന്നുള്ളൊരു കാര്യം വന്നത്. Cereals such as wheat, barley, etc. were cultivated in Mohenjo-daro and Harappa, the twin cities situated along the banks of river Indus. ഇൻഡസിൻ്റെ തീരങ്ങളിലായിട്ടുണ്ടായിരുന്ന മോഹൻജാദാരോ, ഹാരപ്പ എന്ന് പറഞ്ഞ 2 സിറ്റീസിൽ വീറ്റ്, ബാർലിയൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്തു വന്നിരുന്നു. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് മച്ച് ലേറ്റർ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ കൃഷി തുടങ്ങിയത് കുറച്ചുകൂടെ വൈകിട്ടാണെന്നാണ് പറയുന്നത്. സബ്സിസ്റ്റൻസ് ഫാമിംഗ്. എന്താണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്? ദിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ഫാമേഴ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് യൂസ് ഓൺലി ദ പ്രോഡക്ട്സ് റിക്വയർഡ് ഫോർ ദെയർ സസ്റ്റനൻസ്. അവിടെ ഫാമേഴ്സിൻ്റെ നിലനിൽപ്പിനാവശ്യമായ, അവരുടെ ഡെയിലി യൂസിനാവശ്യമായ, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കുറച്ച് കൃഷി കാര്യങ്ങൾ മാത്രം അവർ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ് ഇസ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മെത്തേഡ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളതും അതേപോലെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതൊന്നും ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിങ്ങിൻ്റെ ഉദ്ദേശമേ അല്ല. However, in some circumstances, the surplus agriculture products are sold to fulfill other needs. പക്ഷേ ചില സാഹചര്യത്തിൽ എന്താണ്, കൂടുതൽ കിട്ടിയ വിളകൾ അവർ വിറ്റിട്ട് ബാക്കിയുള്ള അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദിസ് ഫാമിംഗ്. ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കൃഷിയുടെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ടൈപ്പ് ഓഫ് ഫാമിംഗ് ചെയ്തിരുന്നത്. ഒരു ചെറിയ തോതിൽ കുറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് സാധാരണയായിട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മിക്സ്ഡ് ഫാമിംഗ്. ഈ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മിക്സ് ചെയ്യാണ്, 2-3 ക്രോപ്സ് മിക്സ് ചെയ്യുക. ഈ പിക്ചറിൽ കാണാം, ഒരു സെയിം ഫീൽഡിൽ എന്തൊക്കെ ടൈപ്പ് കൃഷികളാണ് അവർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൃഷികളുണ്ട് അവിടെ. അനിമൽസ് ഉണ്ട്, പിന്നെ അവിടെ വാഴ കാണാം, നെല്ല് കാണാം, പല ടൈപ്പ് പച്ചക്കറികളൊക്കെ നട്ടത് കാണാം. മിക്സഡ് ഫാമിംഗ് ഇസ് എ സൈമൾട്ടേനിയസ് കൾട്ടിവേഷൻ ഓഫ് മോർ ദാൻ 1 ക്രോപ്പ് ഇൻ എ ഗിവൻ പ്ലോട്ട് ഓഫ് ലാൻഡ്. ഒരു ഗിവൻ പ്ലോട്ട് ഓഫ് ലാൻഡിൽ, ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡിൽ എന്താണ്, മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക, ഒന്നിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള വിളകൾ കൾട്ടിവേറ്റ് ചെയ്യുക. അലോങ് വിത്ത് ദിസ് ലൈവ് സ്റ്റോക്ക് റിയറിങ്, പൗൾട്രി ഫാമിംഗ്, ഫിഷ് ഫാമിംഗ് എക്സെട്ര ക്യാൻ ആൾസോ ബി കണ്ടിന്യൂഡ്. ഇതിൻ്റെ കൂടെ എന്താണ്, ഈ മൃഗങ്ങളെ അതുപോലെ തന്നെ പൗൾട്രി, പക്ഷികൾ, ഫിഷ് ഫാമിംഗ് ഒക്കെ നടത്തുന്നു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ഫോം ഓഫ് ഫാമിംഗ്? ഇതുപോലുള്ള ഒരു മിക്സഡ് ഫോം ഓഫ് ഫാമിങ്ങിന് എന്തൊക്കെ മെച്ചങ്ങളാണുള്ളത്? ലൈവ് സ്റ്റോക്ക് ഫീഡ്സ് കം ഫ്രം അഗ്രികൾച്ചർ. ഈ മൃഗങ്ങൾക്ക് വേണ്ടി, ആടിനും പശുവിനൊക്കെ ഉള്ള ഭക്ഷണം ഈ ഒരു ഫാമിങ്ങിൽ നിന്ന് ലഭിക്കും. ദെൻ മാന്യൂർ റിക്വയർഡ് ഫോർ ദ അഗ്രികൾച്ചർ ഈസ് ആൾസോ ഒബ്റ്റെയിൻ ഫ്രം ദ ലൈവ് സ്റ്റോക്ക്. തിരിച്ചെന്താണ്, കൃഷിക്ക് ആവശ്യമായ വളം ഈ മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി റിലേറ്റീവ്ലി ലോ. പ്രൊഡക്ഷൻ കോസ്റ്റ്, ഈ ഒരു കൃഷിക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന പൈസ കുറച്ച് കുറവായിരിക്കും. ഹൈ ഈൽഡ്, നല്ല വിളവ് ലഭിക്കും. പല ടൈപ്പ് ഓഫ് പച്ചക്കറികളും വിളകളും ഒരേ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് ലഭിക്കും. ദെൻ ഫുഡ് സെക്യൂരിറ്റി, ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം ആവശ്യമായ തോതിൽ ലഭിക്കും. സോയിൽ കൺസർവേഷൻ, പല ഐറ്റം ഫുഡ് ക്രോപ്സൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും ഒക്കെ കൺസേർവ് ചെയ്യാൻ സഹായിക്കുന്നു. കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്. With the arrival of British, the farmers who traditionally cultivate paddy and other food crops started cultivating plantation crops like tea, coffee, cloves, cardamom and pepper in large areas. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പ്ലാന്റേഷൻ ക്രോപ്സ് തുടങ്ങിയത്. ട്രഡീഷണലി നമ്മൾ പാഡി, നെല്ലൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നും പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് ടീ, തേയില, അതുപോലെ തന്നെ കോഫി, ഏലക്കായ, കുരുമുളക് ഇതുപോലുള്ള വസ്തുക്കളൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. വലിയ ലാർജർ ഏരിയാസിലാണ് ഇതൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്.
In the wake of the Industrial Revolution, European countries, including British, were in need of large quantity of agricultural raw material. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ടൈമിൽ എന്താണ് യൂറോപ്യൻ കൺട്രീസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിന് ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമായി വന്നു. ഫോർ ദിസ് ദേ പ്രൊമോട്ടഡ് പ്ലാന്റേഷൻ ക്രോപ്സ് ഇൻ ദ കൊളോണിയൽ കൺട്രീസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് 19th century. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ് ലഭിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, ഇവർ കോളനൈസ് ചെയ്ത ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്ലാന്റേഷൻ ക്രോപ്സ് പ്രൊമോട്ട് ചെയ്തു. ഇവർക്ക് എന്താണോ ആവശ്യം അത് ഇവിടെയുള്ള ആളുകളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോങ് ടേം ഇൻകം ആൻഡ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫാമിംഗ് മെത്തേഡ്. എന്താണ് ലോങ് ടേം ഇൻകമാണ്, ഒരുപാട് കാലത്തേക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റും വളരെ കുറവാണ്. ഇപ്പോൾ ടീ ആൻഡ് കോഫിയൊക്കെ കാർഡമൻ അതുപോലെ കുരുമുളകൊക്കെ കൃഷി ചെയ്താൽ ഒരുപാട് കാലത്തേക്ക് അതിൽ നിന്ന് വിളവ് ലഭിക്കും. പിന്നെ കൂടുതൽ പൈസയൊന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമില്ല. അത്തരത്തിലുള്ള ക്രോപ്സിനാണ് പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്. കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും കച്ചവടത്തിനൊക്കെ വേണ്ടി ആ ഒരു ലക്ഷ്യത്തോടു കൂടി കൃഷി ചെയ്യുന്ന വിളകളാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഇസ് ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ്. കൊമേഴ്ഷ്യൽ ബേസിസിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് ഒരു വൻതോതിൽ നിർമ്മിക്കുന്നതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. The role of commercial crop farming is significant in providing agricultural raw material to industries. ഇൻഡസ്ട്രീസിന് ആവശ്യമായ അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഫാമിങ്ങിൻ്റെ മേജറായിട്ടുള്ള എയിം. It is also requires high capital investment and the use of modern technology. ഈ ഒരു ഫാമിങ്ങിന് എന്താണ് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ആദ്യം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്, മെഷീനറീസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വൻതോതിലുള്ള കൃഷിയാണ്. റബ്ബർ, ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. കൊമേഴ്ഷ്യൽ ക്രോപ്സായിട്ട് അധികം കൃഷി ചെയ്യുന്നതാണ് റബ്ബർ, ഷുഗർ കെയിൻ, കരിമ്പ്, കോട്ടൺ, ജൂട്ട് ഇതുപോലുള്ള വസ്തുക്കളൊക്കെയാണ്. നൗ ദാറ്റ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ഇൻ അവർ കൺട്രി, എക്സ്പാൻഡ് ദ ബിലോ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഫീച്ചേഴ്സ്. ഇപ്പം നമ്മൾ 4 ടൈപ്സ് ഓഫ് ഫാമിങ്ങിനെ കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും കൂടുതൽ പോയിൻറ്റ്സ് ഈ താഴെയുള്ള ബോക്സിൽ ആഡ് ചെയ്യാനാണ്. ഒന്നാമത്തെ ബോക്സിൽ എന്തിനെക്കുറിച്ചാണ്? സബ്സിസ്റ്റൻസ് ഫാമിങ്ങിനെ കുറിച്ചാണ്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്തായിരുന്നു? അവന് ആവശ്യമായിട്ടുള്ള തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഫോർ വൺസ് ഓൺ കൺസെപ്ഷൻ, തനിക്ക് ഭക്ഷിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ കൃഷി ചെയ്യുക. ദെൻ കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ ഇൻ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്, ചെറിയൊരു ഏരിയയിലും കൃഷി പോസിബിളാണ്. ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ് ഇസ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്, എന്താണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ ടൈപ്പ് ഓഫ് കൃഷിയുടെ ഒബ്ജക്റ്റീവ്, എയിം. ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ് ആർ യൂസ്ഡ്, ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടൂൾസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ രണ്ടാമത്തത് മിക്സഡ് ഫാമിംഗ് ആണ്. സെയിം ഫെർട്ടിലൈസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സ്. അതൊരു ലാഭമാണ്, കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ക്രോപ്സിന് ഒരു സെയിം ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പറ്റും. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. സൈമൾട്ടേനിയസ് കൾട്ടിവേഷൻ ഓഫ് മോർ ദാൻ വൺ ക്രോപ്പ്, ഒരേ സമയം ഒന്നിലധികം ക്രോപ്സിനെ കൃഷി ചെയ്യുക. പിന്നെ എന്താണ് ഹൈ പ്രോഫിറ്റ് ലഭിക്കുന്നു അതിൽ നിന്ന്. കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് റിലേറ്റീവ്ലി ലോ, പ്രൊഡക്ഷൻ കോസ്റ്റ് ലോ ആണ്. ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനാണ്, ഒരുപാട് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ലോങ് ടേം ഇൻകം ലഭിക്കുന്നുണ്ടായിമെന്ന്. അതുപോലെ തന്നെ ടീ, കോഫി, ക്ലൗസ്, കാർഡമൻ ആൻഡ് പെപ്പറൊക്കെയാണ് കോമൺ ആയിട്ട് ഉള്ള പ്ലാന്റേഷൻ ക്രോപ്സ്. ദെൻ കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്, ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ആദ്യം ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യണം. ദെൻ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. യൂസ് ഓഫ് മോഡേൺ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സിന് ഫാമിംഗ് ചെയ്യുന്നത്. ദെൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ്, ഒരു കൊമേഴ്ഷ്യൽ ബേസിസ് വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെയാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെക്ഷൻ അഗ്രികൾച്ചർ ഫോർ ഫുഡ് ആൻഡ് ഇൻകം, കൃഷി എന്തിനൊക്കെയാണ്? ഭക്ഷണത്തിനും അതുപോലെ തന്നെ വരുമാനത്തിനും. എങ്ങനെയൊക്കെയാണ് കൃഷിയിൽ നിന്നും വരുമാനം ലഭിക്കുന്നത്? വിച്ച് ഓഫ് ദീസ്
ക്രോപ്പ് സീൻ ഇൻ ദ പിക്ചർ ആർ യൂസ്ഡ് ഫോർ ഫുഡ്. ഈ ഒരു പിക്ചറിൽ കാണുന്നതിൽ ഏതൊക്കെ ക്രോപ്സാണ് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, ഇവിടെ റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട് ആൻഡ് കോൺ. ഈ 3 ഐറ്റംസാണ് ഭക്ഷണം. വിച്ച് ആർ ദ അതർ ക്രോപ്സ്? മറ്റ് ക്രോപ്സ് ഏതൊക്കെയാണ്? കോട്ടൺ, റബ്ബർ ആൻഡ് ടീ. ഇത്രയാണ് മറ്റ് ക്രോപ്സ്. അഗ്രികൾച്ചർ ക്രോപ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. കാർഷിക വിളകൾ എന്നാണ് ഭക്ഷ്യവിളകൾ, അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സും. ഫുഡ് ക്രോപ്സ് ആർ ദ ക്രോപ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ്. ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഭക്ഷണം ഫുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്സിനെയാണ് ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. റൈസ്, വീറ്റ്, വെജിറ്റബിൾസ് ഒക്കെ. ഇനിയോ ക്രോപ്സ് ദാറ്റ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. ആ ഒരു ക്യാഷ് എന്നുള്ളത് ഓർക്കുക. കൊമേഴ്ഷ്യൽ വാണിജ്യത്തിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രോപ്സിനെ ക്യാഷ് ക്രോപ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫുഡ് ക്രോപ്സ് എന്തൊക്കെയാണ്? റൈസ്, വീറ്റ്. നമ്മൾ ഫുഡ് ക്രോപ്സ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പിന്നെ ബനാന കൃഷി ചെയ്യാറുണ്ട്, ടാപ്പിയൊക്കെ കൃഷി ചെയ്യാറുണ്ട്, വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യാറുണ്ട്. ഇതൊക്കെ ഫുഡ് ക്രോപ്സ് ആണ്. ഇനി ക്യാഷ് ക്രോപ്സ് ആയിട്ട് എന്തൊക്കെ? കോട്ടൺ, റബ്ബർ, പിന്നെ അരീക്കനട്ട്, കമുങ്ങ്, അടക്ക കൃഷി ചെയ്യാറുണ്ട്. ദെൻ കോക്കനട്ട്, തേങ്ങ എന്താണ് നമ്മൾ ഫുഡ് ക്രോപ്പായിട്ടും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഒരു ക്യാഷ് ക്രോപ്പായിട്ട് വിൽക്കാൻ വേണ്ടിയാണ് അധികവും കൃഷി ചെയ്യുന്നത്. ദെൻ പെപ്പർ, ഇതൊക്കെ ക്യാഷ് ക്രോപ്പായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. From the table given below, you can understand which crops grow in which states. Identify those states on the map and color them. ഈ ഒരു ടേബിളിൽ ഏതൊക്കെ ക്രോപ്സ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉണ്ടാകുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കൊടുക്കുന്ന മാപ്പിൽ എന്താണ്? ആ സ്റ്റേറ്റ്സിനെ അടയാളപ്പെടുത്താനാണ്. ഇവിടെ വീറ്റ് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതിന് യെല്ലോ കളർ കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടൺ ഏത് സ്റ്റേറ്റിലാണോ അതിന് ബ്രൗൺ കളർ കൊടുക്കുക. റൈസ് ഏത് സ്റ്റേറ്റിലാണോ അതിൽ ഗ്രീൻ കളർ കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ കളർ നൽകേണ്ടത്. അത് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് നോക്കാം. വീറ്റ് ഉണ്ടാകുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് ആൻഡ് ഹരിയാന. കോട്ടൺ മെയിൻലി കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന ആൻഡ് രാജസ്ഥാൻ. റൈസ് ആണെങ്കിലോ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് ബീഹാർ. ഈ സ്റ്റേറ്റ്സ് അവർ പറഞ്ഞ അതേ കളേഴ്സ് ഈ മാപ്പിൽ നിങ്ങൾ നൽകുക. India is characterized by a wide variety of crops. Let us see the favorable geographical factors for the cultivation of different crops in India. ഇന്ത്യയിൽ എന്താണ്? ഒരുപാട് വെറൈറ്റി ഓഫ് ക്രോപ്സ് ഉണ്ട്. ഇന്ത്യയിലൊരു നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണുള്ളത്. ഈ ഒരു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്. ദെൻ ഫേവറബിൾ വെതർ, നല്ലൊരു കാലാവസ്ഥ. ദെൻ ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസ്രോതസ്സുകൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ. ഇതുകൊണ്ടാണ് ഇന്ത്യ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായി കണക്കാക്കുന്നത്. Didn't you get acquainted with the agriculture seasons of our country in the previous chapter? List them out. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ സീസൺസ്. അത് ഏതൊക്കെയായിരുന്നു? ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഈ 3 ആയിരുന്നു ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ സീസൺസ്. ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Can all crops be grown everywhere? Why? Make a note. എല്ലാ വിളകളും എല്ലായിടത്തും കൃഷി ചെയ്യാമോ? എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചൊരു നോട്ട് നിങ്ങളോട് എഴുതാനാണ്. Agriculture and agro-based industries. Agro-based industries are industries that depend and function on agricultural products. Agricultural products, കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇൻഡസ്ട്രീസാണ് അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രീസ്. കോട്ടൺ ആൻഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഈസ് എ റോ മെറ്റീരിയൽ ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഒരു എക്സാമ്പിൾ പറയുന്നത് കോട്ടൺ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ്. പക്ഷേ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയലാണ് കോട്ടൺ. സോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രി. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നാണ് ഒരു അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റായ കോട്ടൺ യൂസ് ചെയ്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. സിമിലർലി അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ലൈക്ക് റബ്ബർ, ഷുഗർ കെയിൻ ആർ യൂസ്ഡ് ആസ് മെറ്റീരിയൽ ഫോർ വേരിയസ് ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ റബ്ബർ, ഷുഗർ കെയിനൊക്കെ യൂസ് ചെയ്യുന്നു. Find more agro-based industries that uses agricultural products as raw material and add them to the list. അത്തരത്തിലുള്ള അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രീസിൻ്റെ ലിസ്റ്റ് എഴുതാനാണ്. അപ്പോൾ അവിടെ എക്സാമ്പിൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ കെയിൻ, ഷുഗർ ഇൻഡസ്ട്രി, ദെൻ റബ്ബർ ഇൻ റബ്ബർ ഇൻഡസ്ട്രി, പിന്നെ കോക്കനട്ട് ആൻഡ് സൺഫ്ലവർ ഫോർ ഓയിൽ ഇൻഡസ്ട്രി. കൂടുതലായിട്ട് നിങ്ങൾ ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ത്രൂ മിനറൽ വെൽത്ത്.
See the above images of minerals and areas where the minerals are mined. മിനറൽസും അതുപോലെ തന്നെ ഈ മിനറൽസ് കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളുടെയും പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ മിനറൽസ്? എന്താണ് മിനറൽസ്? വേർ ഡു വി ഗെറ്റ് ദീസ് ഫ്രം? എവിടെ നിന്നാണ് ഈ മിനറൽസ് നമുക്ക് ലഭിക്കുന്നത്? വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദീസ്? ലെറ്റ്സ് ഹാവ് എ ക്വസ്റ്റ്. എന്താണ് ഈ മിനറൽസിൻ്റെ ഉപയോഗം? നോക്കാം. മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ എർത്ത്സ് ക്രസ്റ്റ്. ഭൂമിയുടെ ക്രസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നും കുഴിച്ചെടുക്കുന്ന മെറ്റാലിക് അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സാണ് മിനറൽസ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, calamine, bauxite, cinnabar are metallic minerals. Many of these are used in industrial manufacture of metals. മെറ്റൽസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ മെറ്റൽസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസ് യൂസ് ചെയ്യുന്നത്. മൈക്ക, ഡയമണ്ട്, സിൽക്ക സാൻഡ് എക്സെട്ര ആർ നോൺ മെറ്റാലിക് മിനറൽസ്. നോൺ മെറ്റാലിക് മിനറൽസ് ആയിട്ടുള്ളത് മൈക്ക, ഡയമണ്ട്, സിൽക്ക സാൻഡ് ഒക്കെയാണ്. കോൾ ആൻഡ് പെട്രോളിയം ആർ യൂസ്ഡ് ആസ് ഫ്യുവൽ മിനറൽസ്. ഫ്യുവൽ മിനറൽസ് എന്നറിയപ്പെടുന്നത് കോളും പെട്രോളിയവുമാണ്, കൽക്കരിയും പെട്രോളിയവും. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ദോസ് ദാറ്റ് യൂട്ടിലൈസ് ദ മിനറൽസ് ആസ് എ മേജർ റോ മെറ്റീരിയൽസ്. ഇനി മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞു, അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ പേരാണ് നേരത്തെ പഠിച്ചത്. ഈ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മിനറൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അയൺ ഓർ ഇൻഡസ്ട്രി is the largest mineral based industry in the country. Iron ore industry, ഇരുമ്പ് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയാണ് one of the largest mineral based industry. It is the backbone of the industrial sector and is known as a primary industry. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് കണക്കാക്കുന്നത് ഈ ഒരു മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൈമറി ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, കോപ്പർ ഇൻഡസ്ട്രി, aluminum industry, coal industry, petroleum industry and gold industry. What are the following minerals used for? Find their use and complete the list. കുറച്ച് മിനറൽസ് തന്നിട്ടുണ്ട്. ആ മിനറൽസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തെ എന്താണ്? ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് മാനുഫാക്ചർ ഓഫ് അയൺ ബാർസ്, ഇരുമ്പ് കമ്പികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മിനറലാണ് ഹേമറ്റൈറ്റ്. ദെൻ സിലിക്ക സാൻഡ്. സിലിക്ക സാൻഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ് ആൻഡ് സെറാമിക്സ് ആണ്. ഗ്ലാസും അതുപോലെ തന്നെ സെറാമിക്സും മേക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബോക്സൈറ്റ്. എയർക്രാഫ്റ്റ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. എയർക്രാഫ്റ്റ്, വിമാനങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ബോക്സൈറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡയമണ്ട്, ആസ് യു നോ, മാനുഫാക്ചറിങ് ഓഫ് ജ്വല്ലറി, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. ദെൻ കോൾ, കൽക്കരി, റെയിൽവേ, അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷനൊക്കെ യൂസ് ചെയ്യുന്നു. ദെൻ പെട്രോളിയം എന്താണ്? ഫ്യുവൽ, മാനുഫാക്ചറിങ് ഓഫ് ഫ്യുവൽ, ഇന്ധന നിർമ്മാണത്തിനാണ് പെട്രോളിയം അധികമായിട്ട് യൂസ് ചെയ്യുന്നത്. Green Revolution. The pre-independent British land tax system pushed the farmers to indebtedness, while their neglect of food crops lead to the food shortage. Pre-independent ബ്രിട്ടീഷിലുണ്ടായിരുന്ന ലാൻഡ് ടാക്സ് സിസ്റ്റം എന്താണ്? ആളുകളെ, പ്രത്യേകിച്ച് കർഷകരെ ഒരുപാട് കടക്കെണിയിലേക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഷോർട്ടേജ്, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിലേക്കും ആളുകളെ എത്തിച്ചു. ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചറൽ സെക്ടർ and outdated technology contributed to a decline in the agriculture productivity. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം എന്താ സംഭവിച്ചത്? നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ഒരു പഴഞ്ചൻ രീതിയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന. ടെക്നോളജീസൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? കൃഷിയുടെ പ്രൊഡക്ഷനിൽ നല്ലൊരു കുറവ് വരികയാണ്, ഡീക്ലൈൻ വരികയാണ്. Above mentioned are some problems faced by Indian agriculture sector during the pre-independent and post-independent period. നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പും ശേഷമായിട്ട് ഇന്ത്യയിലുള്ള കർഷകർ, അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കാർഷിക മേഖല അനുഭവിച്ച കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ്? എന്തൊക്കെയായിരിക്കാം ഇതിന് കാരണം? ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ലാൻഡ് ടാക്സ് സിസ്റ്റം. പിന്നെ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ നെഗ്ലക്റ്റ് ഓഫ് ഫുഡ് ക്രോപ്സ്. ഭക്ഷ്യവിളകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല, പകരം എന്താണ്? ക്യാഷ് ക്രോപ്സിനാണ് ബ്രിട്ടീഷുകാർ പ്രാധാന്യം കൊടുത്തത്.
ക്യാഷ് ക്രോപ്സ് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ഫുഡ് ക്രോപ്സ് കുറഞ്ഞു, ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതായി. ദെൻ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, നമ്മൾ ടെക്നോളജീസ് ഒന്നും അപ്ഡേറ്റഡ് അല്ല, ഇപ്പോഴും പഴയ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ് ദ അഗ്രികൾച്ചറൽ സെക്ടർ വാസ് ഫേസിങ് വേരിയസ് പ്രോബ്ലംസ്. ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സമയത്ത് എന്താണ് ആ ഒരു കാർഷിക മേഖല ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. To solve this crisis, land reforms and green revolution were implemented in independent India. ഈ ഒരു ക്രൈസിസ്, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളാണ് ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനും. ആസ് പാർട്ട് ഓഫ് ലാൻഡ് റിഫോം എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ ദ പൊസഷൻ ഓഫ് ലാൻഡ് എ പേഴ്സൺ കുഡ് ഓൺ. എന്താണ് ലാൻഡ് റിഫോമിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് ഒരു പ്രത്യേക അളവ് നിശ്ചയിക്കുകയാണ്. ദ ലാൻഡ് എബവ് ദ ലിമിറ്റ് വാസ് നോൺ ആസ് സർപ്ലസ് ലാൻഡ്. ആ ഒരു നിശ്ചയിച്ച ലിമിറ്റിൽ നിന്നും കൂടുതൽ ഭൂമി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ സർപ്ലസ് ലാൻഡ് എന്നാണ് വിളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് പെസൻസ് ആൻഡ് ടെനൻസ്. അത്തരത്തിലുള്ള ഈ ഒരു സർപ്ലസ് ലാൻഡ്, അതായത് ആവശ്യത്തിലധികം ഒരാളുടെ കയ്യിലുള്ള ആ ഒരു ലാൻഡിനെ ഗവൺമെൻറ് പിടിച്ചെടുത്ത് ലാൻഡ് ഇല്ലാത്ത ആളുകൾക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്തത്. ആസ് എ റിസൾട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. അതുകൊണ്ട് തന്നെ എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടി, എല്ലാവരുടെ അടുത്തും ഭൂമി എത്തിത്തുടങ്ങി. അതുപോലെ തന്നെ കൃഷി ചെയ്യാതെ വെറുതെ ഭൂമി ഇടുന്നൊരവസ്ഥയും വന്നില്ല. Kerala became a model for India by becoming one of the first states to implement the Land Reform Act. കേരളം എൻ്റയർ ഇന്ത്യക്കൊരു മോഡലായി മാറി. ഇങ്ങനെ ഈ ഒരു ലാൻഡ് റിഫോം ആക്ട് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കേരള ഒരു മാതൃകയായി മാറുകയാണ്. Green Revolution was a program that massively increased the production of food grains using highly yielded seeds, fertilizers, pesticides, new technologies, loans at low interest rate and scientific irrigation. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്താണ്, ഈ ഒരു പ്രൊഡക്ഷൻ കൂട്ടുക, ഫുഡ് ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഒരു എയിമോട് കൂടി വന്ന ഒരു പ്രോഗ്രാമാണ്. അതിലെന്താണ് ഹൈ ഈൽഡിങ് സീഡ്സ്, നല്ല വിള തരുന്ന വിത്തുകൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസേഴ്സ്, വളം യൂസ് ചെയ്തു. പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു. ന്യൂ ടെക്നോളജീസ് ആഡ് ചെയ്തു, മെഷീനറീസൊക്കെ ആഡ് ചെയ്തു. അതുപോലെ എന്താണ് കർഷകർക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ നൽകാൻ തുടങ്ങി. പിന്നെ സയൻറ്റിഫിക് ഇറിഗേഷൻ, ജലം ഓരോ കൃഷികൾക്കും ജലം ലഭിക്കാൻ വേണ്ടി സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു കൃഷി രീതിയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളത് മുന്നോട്ട് വെച്ചത്. എമംഗ് ഫുഡ് ഗ്രെയിൻസ് ദ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് ഫസ്റ്റ് വിസിബിൾ ഇൻ വീറ്റ് പ്രൊഡക്ഷൻ. ഈ ഒരു ഫുഡ് ഗ്രെയിൻസിൽ ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ ഒരു റിസൾട്ട് ആദ്യമായി കണ്ടു തുടങ്ങിയത് വീറ്റ് പ്രൊഡക്ഷൻ, ഗോതമ്പിൻ്റെ കൃഷിയിലായിരുന്നു. ഹെൻസ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് വീറ്റ് റെവല്യൂഷൻ. ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ വീറ്റ് റെവല്യൂഷൻ എന്നൊരു പേര് കൂടിയുണ്ട് ഗ്രീൻ റെവല്യൂഷന്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ വാസ് ബോൺ ഓൺ August 7, 1925 ഇൻ കുംഭകോണം, തമിഴ്നാടു. ഇന്ത്യയിലുള്ള ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. അത് ഓർത്ത് വെക്കുക, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. August 7, 1925 കുംഭകോണം, തമിഴ്നാട്ടിലാണ് ആൾ ജനിച്ചത്. ഹി സെർവ്ഡ് ആസ് എ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ദോ 70% ഓഫ് പോപ്പുലേഷൻ വർ ഫാമേഴ്സ്, അവർ കൺട്രി വാസ് സ്റ്റിൽ ഇമ്പോർട്ടിങ് ഫുഡ് ഗ്രെയിൻസ്. ഏകദേശം 70% ആളുകൾ കർഷകരായിട്ട് പോലും നമ്മളെ കൺട്രിയിൽ ഇപ്പോഴും എന്താണ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങൾ മറ്റു കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇൻ കൊളാബറേഷൻ വിത്ത് നോർമൻ ഇ. ബോർലോഗ് ഇംപ്ലിമെൻറ്റഡ് ഗ്രീൻ റെവല്യൂഷൻ. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എന്താണ് നോർമൻ ഇ. ബോർലോഗുമായിട്ട് ഒരു കൊളാബറേഷൻ നടത്തി. രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ആസ് എ റിസൾട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 5 million tons ഓവർ ദ പ്രീവിയസ് ഹാർവസ്റ്റ്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷത്തിൽ നിന്നും 5 million ടണ്ണാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത്. അത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഫോളോയിങ് ദിസ് ഇന്ത്യ ബിക്കം സെൽഫ് സഫീഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇന്ത്യ ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് സഫീഷ്യൻ്റായി. സെൽഫ് സഫീഷ്യൻ്റായി ഉദ്ദേശിച്ചത് മറ്റ് രാജ്യത്തെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഇല്ലാതായി. He played the leading role in the
in these achievement and was honored by nation with Padmashri, Padmabhushan and Bharat Ratna. ഈ ഒരു വലിയ നേട്ടം ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് എന്താണ് വളരെയധികം പ്രധാനമായിട്ടുള്ള റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പത്മശ്രീ, പത്മഭൂഷൺ, ഭരത് രത്ന പോലുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് നൽകി രാജ്യം ആദരിച്ചു. ഹി പാസ്ഡ് അവേ ഓൺ 28 സെപ്റ്റംബർ 2023 ഇൻ ചെന്നൈ. 2023 സെപ്റ്റംബറിൽ ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. 2 phases ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ്റെ 2 ഫേസസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ എന്താണ് ബെനഫിറ്റ്സ്, എന്തൊക്കെ നേട്ടങ്ങളാണ് അതുകൊണ്ടുണ്ടായത്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ, ഭക്ഷ്യധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ കൂടി. എൻഷുർഡ് സെൽഫ് സഫീഷ്യൻസി ഇൻ ഫുഡ്, ഫുഡിൽ എന്താണ് സെൽഫ് സഫീഷ്യൻസി, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട എന്നുള്ളൊരവസ്ഥ. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻ ഡോപ്ഡ്, ഫുഡ് ഗ്രെയിനിൻ്റെ ആദ്യമായിട്ടുള്ള വില കുറഞ്ഞു, ആളുകൾക്ക് ഫുഡ് ഗ്രെയിൻസ് കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്, ബ്ലാക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷ്യധാന്യങ്ങൾ കൂട്ടിയിട്ട് ആളുകൾക്ക് നല്ല വിലക്ക് വിൽക്കുന്ന ആ ഒരു സിസ്റ്റം നിന്നു. പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കാം, ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ തുടങ്ങി, പോവേർട്ടി റെഡ്യൂസ് ചെയ്തു, ആളുകളുടെ പട്ടിണി മാറി. ദെൻ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക നേട്ടം കൈവരിച്ചു, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ലിമിറ്റേഷൻസ്, എന്തൊക്കെ പോരായ്മകളായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നത്. ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ഡ്രാസ്റ്റിക്കലി. ഈ കൃഷിക്ക് വേണ്ടി അമിതമായ വെള്ളം യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഭൂമിയുടെ അടിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് വളരെയധികം കുറഞ്ഞു, ആ ഒരു വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്തു. ദെൻ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ് സോയിൽസ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഭൂമിയുടെ മണ്ണിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു വളക്കൂറ് ഇല്ലാതായി. കൂടുതൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും കൂടുതൽ വളമകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു നാച്ചുറലായിട്ടുള്ള കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞു, ഭൂമിയുടെ ഘടനയൊക്കെ ചേഞ്ചായി. വേറെ ലിമിറ്റേഷൻസ് എന്തൊക്കെ ആഡ് ചെയ്യാം, ക്ലൈമറ്റ് ചേഞ്ച് വന്നു, ഒരുപാട് കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ദെൻ ഡിസ്റപ്ഷൻ ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു തകർച്ച. ദെൻ വാട്ടർ, സോയിൽ, എയർ പൊല്യൂഷൻസ് ഒക്കെ വന്നു, പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും മെഷീനറീസിൻ്റെയൊക്കെ ഉപയോഗം കാരണം. Discuss and make note on how the Green Revolution helped to eradicate food shortage and poverty in India. ഇന്ത്യയിൽ ഫുഡ് ഷോർട്ടേജ് ഇല്ലാതാക്കാനും പട്ടിണി മാറ്റാനും ഗ്രീൻ റെവല്യൂഷൻ എങ്ങനെയൊക്കെയാണ് സഹായിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ്. ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തു. ഈ പോയിൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രീൻ റെവല്യൂഷനിൽ ഒരു പാർട്ട് വഹിച്ച ഒരാളാണ് ഇദ്ദേഹം. ആൻഡ് ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ദാറ്റ് സേവ്ഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം സ്റ്റാർവേഷൻ അറൗണ്ട് ദ വേൾഡ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗാണ്. ഇന്ത്യയിലുള്ള ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷനാണ് ഇപ്പം നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ഡോക്ടർ ഓഫ് MS സ്വാമിനാഥനാണ്. എന്നാൽ വേൾഡിലുള്ള ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാണ്? നോർമൻ ഏണസ്റ്റ് ബോർലോഗാണ്. He was born on 25 March 1914 in USA and believed that freedom from hunger was the first step towards peace. എന്നാണ് 25 മാർച്ച് 1914 US-ലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഹങ്കർ, വിശപ്പിൽ നിന്നും ലഭിക്കുന്ന ഫ്രീഡമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്നാണ്. വിശന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഹി റിസീവ്ഡ് നൊബേൽ പ്രൈസ് ഫോർ പീസ്, നൊബേൽ പീസ് പ്രൈസ് ഇൻ 1970, 1970 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി. പോവേർട്ടി മീൻസ്, എന്താണ് പോവേർട്ടി? അതായത് പട്ടിണി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 friends reached his home in search of him. 2 കൂട്ടുകാരെന്താണ് അവരുടെ ഒരു ഫ്രണ്ടിനെ തേടി അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. They could not see him at home. എത്ര തിരഞ്ഞിട്ടോ അവൻ്റെ വീട്ടിൽ അവനെ കണ്ടെത്താൻ പറ്റിയില്ല. No one in the family knew where he went. അതുപോലെ തന്നെ ഫാമിലിയിൽ ചോദിച്ചപ്പോൾ ആർക്കും അവൻ എവിടെയാണ് പോയത് എന്നും അറിയില്ല. At last they entered the room and searched. പിന്നീട് എന്ത് ചെയ്തു? അവൻ്റെ റൂമിൽ കയറി അവനെ സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. The boy was crouching under the bed doing maths on a slate. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? തൻ്റെ ബെഡിൻ്റെ അടിയിലായിട്ട് നിന്നിട്ട് ഒരു സ്ലേറ്റിൽ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. They asked, can't you do this on a paper? നിനക്ക് എന്താ ഇതൊരു പേപ്പറിൽ ചെയ്തുകൂടെ? ആരും കാണാതിരിക്കാൻ അവൻ ബെഡിൻ്റെ അടിയിൽ പോയിട്ട് സ്ലേറ്റിൽ ചെയ്ത് പഠിക്കുകയാണ്.
നിനക്കെന്താ പേപ്പർ യൂസ് ചെയ്തുകൂടെ ഇതിന് പകരം എന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. മൈ ഫാദർ ഈസ് സ്ട്രഗ്ലിംഗ് ടു പ്രൊവൈഡ് മീ ഫുഡ്. എൻ്റെ അച്ഛൻ എന്താണ് എനിക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ തന്നെ കഷ്ടപ്പെടുകയാണ്. ഹൗ ക്യാൻ ഹീ ബൈ പേപ്പർ ഫോർ മീ. അങ്ങനെയുള്ള അദ്ദേഹം എങ്ങനെ എനിക്ക് പഠിക്കാൻ വേണ്ടി പേപ്പേഴ്സും കൂടെ വാങ്ങിക്കാൻ കഴിയും. ദോസ് ഫ്രണ്ട്സ് വർ ഡീപ്ലി ഹേർട്ട് ബൈ ഹിസ് ആൻസർ. ഈ ഒരു ഉത്തരം കേട്ട ആ ഒരു ഫ്രണ്ട്സിന് എന്താണ് ഒരുപാട് സങ്കടം വരികയാണ്. അവൻ്റെ ഫാമിലിയിൽ എത്രത്തോളം പട്ടിണി ഉണ്ട് എന്ന് ഫ്രണ്ട്സിന് മനസ്സിലാവുകയാണ് അവൻ്റെ ആ ഒരു ഉത്തരത്തിൽ നിന്ന്. You have read an excerpt from the biography of Srinivasa Ramanujan, an Indian mathematician who has been described as mathematical wizard. ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായ ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു കഥയാണ്. റിയലായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു സ്റ്റോറിയാണത്. Many people in our society are unable to meet even their basic needs. What can we call the condition of not being able to fulfill such needs? നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ലിവിങ് നീഡ്സ്, ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ലഭിക്കാതെ ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനെ നമ്മൾ എന്താണ് വിളിക്കുക? ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ പോവർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോവർട്ടി ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസിബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. ആവശ്യത്തിനുള്ള ഭക്ഷണം, ഡ്രസ്സ്, ഷെൽട്ടർ, താമസ സ്ഥലം, എഡ്യൂക്കേഷൻ, ആരോഗ്യം ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് പോവർട്ടി എന്ന് പറയുന്നത്. The poor are those who do not have the access to income or property to meet even their basic needs. എന്താണ്? ആവശ്യമായിട്ടുള്ളൊരു വരുമാനം ഇല്ലാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഒന്നും ഇല്ലാതെ തൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒന്നും ലഭിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ പോവർട്ടി ഉള്ള ആളുകൾ അല്ലെങ്കിൽ പുവർ പീപ്പിൾ എന്ന് പറയുന്നത്. പോവർട്ടി ലൈൻ. എ പോവർട്ടി ലൈൻ is an imaginary line that divides the population of country into those who are poor and not. ഒരു ഇമാജിനറി ലൈനാണ് നമ്മളൊരു സൊസൈറ്റിയിലുള്ള കൺട്രിയിലുള്ള എന്താണ് അതിൽ ആളുകൾ പുവറാണോ അതോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. Poverty in our country is calculated based on one's income and the calories obtained from food. Let us examine the reasons that lead to people to പോവർട്ടി. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പോവർട്ടിയെ കണക്കാക്കുന്നത്? ഒരാളുടെ ഇൻകം, വരുമാനം, അതുപോലെ തന്നെ കാലറീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫുഡ്, അയാൾക്ക് എത്രത്തോളം ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരാൾ പോവർട്ടി അനുഭവിക്കുന്നുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പോവർട്ടിയിലേക്ക് ഒരാളെ നയിക്കുന്നതെന്ന് നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലാത്തൊരവസ്ഥ. ദെൻ ഇൻഡെപ്റ്റ്നെസ്, കടങ്ങൾ, ഒരുപാട് കടങ്ങളുള്ളൊരവസ്ഥ. ദെൻ ലോ ഇൻകം എന്ന് പറയാം. ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും ആ ജോലിയിൽ നിന്ന് വരുമാനം വളരെ കുറവായിട്ടുള്ളൊരവസ്ഥ. ദെൻ ഓവർ പോപ്പുലേഷൻ, ആളുകളുടെ എണ്ണം കൂടുക, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ. ദെൻ പുവർ ലിവിങ് കണ്ടീഷൻ, അവരുടെ ഒരു ജീവിത സാഹചര്യം മോശമായിട്ടുള്ള അവസ്ഥ, ജോലിയില്ല, അതുപോലെ തന്നെ താമസിക്കാനൊരു സ്ഥലമില്ലാത്തൊക്കെ ഒരവസ്ഥ. ദെൻ പ്രൈസ് റൈസ്, ഓരോ സാധനങ്ങളുടെയും വിലക്കയറ്റാണ്. ലോ ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് വില കയറുമ്പോൾ എന്താണ് അത്രയും വസ്തുക്കളൊന്നും വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ദെൻ ലിമിറ്റഡ് ഫുഡ് അവൈലബിലിറ്റി, ഭക്ഷണം ആവശ്യത്തിന് ഇല്ലാത്തൊരവസ്ഥ. ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം. ദെൻ കുറച്ച് പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പുവർ ഹെൽത്ത്, ആരോഗ്യമില്ലാത്തൊരവസ്ഥ, ജോലി ചെയ്ത് ആ ഒരു ഇൻകം നേടാനും ഒന്നും കഴിയാത്തൊരവസ്ഥ. ലിമിറ്റഡ് ആക്സസ് ടു ദ റിസോഴ്സസ്, നമ്മുടെ നേച്ചറിൽ നിന്നും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന റിസോഴ്സസ് കിട്ടാതെ വരുന്നൊരവസ്ഥ. ദെൻ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സൊസൈറ്റിയിൽ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ. കുറച്ച് പേര് സൊസൈറ്റിയിൽ മാറ്റി നിർത്തി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നൊരവസ്ഥ. അത്തരത്തിലുള്ള ആളുകൾക്കും പോവർട്ടി അനുഭവപ്പെടാം. Complete the sun diagram by finding out other causes that lead to poverty. ഈ സൺ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഓൾറെഡി ചെയ്തു. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. Multi-dimensional poverty index MPI is a new method developed to measure global poverty. ഒരു പോവർട്ടി, പട്ടിണീനെ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. It was jointly operated by Oxford Poverty and Human Development Initiative and the United Nations Development Program. ഏതൊക്കെയാണ്? OPHI അതുപോലെ തന്നെ UNDP കൂടെ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ MPI. ഓർത്ത് വെക്കുക.
Multidimensional poverty is calculated by assessing 12 indicators across 3 dimensions. ഏകദേശം 12 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഒരു 3 ഡയമെൻഷനിലായിട്ട് 12 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ പുവറാണോ പോവേർട്ടി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഏതൊക്കെയാണ്? അയാളുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതാണ് 3 ഡയമെൻഷൻസ്. Didn't you understand that income is not the only criteria for measuring poverty according to multi-dimensional poverty index? Multi-dimensional poverty index പ്രകാരം ഇൻകം, ഒരാളുടെ വരുമാനം മാത്രമല്ല ഒരാൾ പുവറാണോ റിച്ചാണോ എന്ന് കണക്കാക്കുന്നത്. Multi-dimensional poverty is calculated by taking into account how much each individual and family can achieve in terms of health, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഹെൽത്ത്, ആരോഗ്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇത് എത്രത്തോളം ഉണ്ട് എന്നതിന് അടിസ്ഥാനത്തിലാണ് പോവേർട്ടി നിശ്ചയിക്കുന്നത്. ഇതാണ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ യൂസ് ചെയ്യുന്ന ഒരു 12 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ എന്തൊക്കെയുണ്ട്? ഹെൽത്തിൻ്റെ അണ്ടറിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ടോ? ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്സ്, ചൈൽഡ് അതുപോലെ തന്നെ അഡോളസെൻസിൻ്റെ മരണനിരക്ക്, ശിശു മരണനിരക്ക്. ദെൻ മെറ്റേണൽ ഹെൽത്ത്, ഒരു മാതാവിൻ്റെ ഹെൽത്ത്. ദെൻ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലോ സ്കൂൾ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സ്കൂൾ അറ്റൻഡൻസ്, ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്നു. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ കുക്കിംഗ് ഫ്യൂവൽ, എന്ത് ഫ്യൂവൽ യൂസ് ചെയ്തിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. ദെൻ സാനിറ്റേഷൻ, പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ്സ് ഉണ്ടോ, ദെൻ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഹൗസിംഗ് ഉണ്ടോ, അസറ്റ്സ്, സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വത്തുക്കളുണ്ടോ, ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടോ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവർ പോവേർട്ടീനെ നിശ്ചയിക്കുന്നത്. The graph shows the poverty level of the states and union territories of our country for the years 2015 to 16 and 2019 to 21 as per the multidimensional poverty index approved by Niti Aayog. 2015, 16 അതുപോലെ തന്നെ 19, 21 കാലഘട്ടത്തിലുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സാണ് താഴെ തന്നിരിക്കുന്ന ഗ്രാഫിൽ കണക്കാക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാം. ആ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് എഴുതാനാണ്. ഫൈൻഡ് കേരളാസ് പൊസിഷൻ എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. കേരള ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്തണം നിങ്ങൾ. ദെൻ ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് കേരളാസ് പോവേർട്ടി ഹാസ് ഡിക്രീസ്ഡ് ഇൻ 2019 to 21 കമ്പയർഡ് ടു 2015 to 16. എത്രത്തോളം കേരളത്തിൻ്റെ പോവേർട്ടിയിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫിൽ 0.70% നിന്ന് 0.55% കുറഞ്ഞിട്ടുള്ളത്. അതായത് 0.15% ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ കേരള ഹാസ് അച്ചീവ് ദിസ് ആൻഡ് മേക്ക് എ നോട്ട്. എങ്ങനെയാണ് കേരള ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തത്? കേരളത്തിലെ പോവേർട്ടി എങ്ങനെയായിരിക്കും കുറഞ്ഞിരിക്കുക? ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. To get out of poverty, എങ്ങനെയാണ് ഈ പോവർട്ടിയെ ഇല്ലാതാക്കുക? The central and state governments are implementing many poverty alleviation schemes to eradicate poverty prevalent in our society. These projects can be classified into 3 categories. സെൻട്രൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കാൻ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഇത് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് ആണ്. രണ്ടാമത്തെ ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റ്. ദെൻ തേർഡ് വൺ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ഇങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സെൽഫ് എംപ്ലോയിഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീംസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ഈ 2 പദ്ധതികളാണ് വരുന്നത്. അഡൾട്ട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. ഇതിലെന്താണ്, കുറച്ച് പ്രായമായ വരുമാനം കുറവുള്ള ആളുകൾക്ക് തൊഴിൽ സാധ്യതകളും അവർക്ക് ആ തൊഴിലിലൂടെ ഒരു വരുമാനവും നൽകുക എന്നതാണ് ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പ്രൊജക്റ്റ് വരുന്നത് ലൈഫ് പ്ലാനാണ്. To provide livelihood to dependents of victims of crime who are suffering financial hardship. ലൈഫ് പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുറ്റവാളികളുടെ ഒക്കെ വിക്ടിംസ്, ഈ ക്രൈമൊക്കെ ചെയ്ത് അറസ്റ്റിലൊക്കെ ആയ ആളുകളുണ്ടാവും, ഇവരുടെ ഫാമിലി
വേറെ ആരും പ്രൊവൈഡ് ചെയ്യാനില്ലാതെ, വേറെ ഇൻകംസ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുക. ദെൻ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അത് മറ്റൊരു സ്കീമാണ്. അതെന്താണ്? എംപ്ലോയ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ടു അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് എവറി ഹൗസ് ഹോൾഡ് ലിവിങ് ഇൻ അർബൻ ഏരിയ ഹു ആർ വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ ലേബർ എന്നാണ്. ഏതൊരു ഫാമിലിയിലെ അഡൾട്ട് മെമ്പേഴ്സിനും ഇവർ ജോലി നൽകും. ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വില്ലിങ് ആയിട്ടുള്ള മാനുവൽ ലേബറാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ ഫുഡ് സെക്യൂരിറ്റി പ്രോജക്ട്സിൽ വരുന്നത് ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS, നമ്മുടെ റേഷൻ ഷോപ്പ് പോലുള്ള കടകളാണ്. ദെൻ എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ, അതെന്തിനാണ്? ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ. ദെൻ PM പോഷൻ എന്ന് പറഞ്ഞ വേറൊരു പ്രോഗ്രാമാണ്, മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th grade സ്കൂൾ ചിൽഡ്രൻ. സ്കൂളിലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത് ഈ ഒരു പദ്ധതിയിലാണ്, PM പോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ. അതിലുള്ള മറ്റൊരു സ്കീമാണ് സുഭിക്ഷ കേരളം സ്കീം. ദ പ്രൊജക്റ്റ് ഇസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള ടു അച്ചീവ് സെൽഫ് സഫീഷ്യൻസി ഇൻ ഫുഡിൽ സെൽഫ് സഫീഷ്യൻസി, ഫുഡിൽ മറ്റ് സ്റ്റേറ്റ്സിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നതാണ് ഈ ഒരു സ്കീം. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൽ വരുന്ന എന്തൊക്കെയാണ്? നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീം, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഈ രണ്ട് സ്കീമും പ്രൊവൈഡ് പെൻഷൻ ആൻഡ് ഇൻഷുറൻസ് കവറേജ് ടു ഇൻഡിജൻ സീനിയർ സിറ്റിസൺസ്. ഇന്ത്യയിലുള്ള സീനിയർ സിറ്റിസൺസിന് പെൻഷൻസ് ഒക്കെ നൽകുന്ന ഒരു പദ്ധതി. ദെൻ നിറമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് ഇൻ ദ സ്റ്റേറ്റിലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും അംഗവൈകല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് രണ്ടാമതായിട്ട് ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ വരുന്നത്. അപ്പാർട്ട് ഫ്രം ദീസ്, കേരള ഇസ് ആൾസോ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റിംഗ് ദ ഫോളോയിങ് പ്രൊജക്റ്റ്. ഇതിന് പുറമെ കേരളത്തിലുള്ള മറ്റ് പ്രൊജക്ട്സുകൾ ഏതൊക്കെയാണ്? സ്നേഹസ്വാന്തനം, ദെൻ വയോമിത്രം, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ്, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ദെൻ ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ, ഇതുപോലുള്ള ഒരുപാട് സ്കീമുകൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ എബവ് സ്കീംസ് ഇൻ യുവർ ഏരിയ ആൻഡ് ഫൈൻഡ് ദ സിമിലർ സ്കീം ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് മേക്ക് എ നോട്ട്. നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലുള്ള സ്കീംസൊക്കെ ലഭിക്കുന്ന ആളുകളുണ്ടോ? അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സ്കീംസ്, ഇതിൽ കൂടുതലായിട്ട് സ്കീംസ് നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങളുടെ ഏരിയയിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിന് നോട്ട് പ്രിപ്പയർ ചെയ്യുക. കുടുംബശ്രീ ആൻഡ് പോവേർട്ടി അലീവിയേഷൻ. കുടുംബശ്രീനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുടുംബശ്രീ ഇസ് എ പ്രൊജക്റ്റ് ലോഞ്ച്ഡ് ഓൺ May 17, 1998. 1998 മെയ് 17 ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് കുടുംബശ്രീ. വിത്ത് എയിം ഓഫ് പോവർട്ടി അലീവിയേഷൻ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ. അതിൻ്റെ എയിം എന്തായിരുന്നു? പോവർട്ടി, പട്ടിണി ഇല്ലാതാക്കുക, അതുപോലെ തന്നെ സ്ത്രീകൾക്കൊരു വരുമാനം നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. കുടുംബശ്രീ ഹാസ് സക്സസ്ഫുള്ളി സ്പ്രെഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾ വർക്ക്സ് ഓഫ് സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ മേഖലയിലും കുടുംബശ്രീ എന്താണ് തൻ്റെ ഒരു സക്സസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. കുടുംബശ്രീ മെമ്പേഴ്സ് ആർ ആൾസോ എംപ്ലോയിഡ് ഇൻ ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ഷീ സ്റ്റാർട്സ്, ജനകീയ ഹോട്ടൽ, കൊച്ചി മെട്രോ സർവീസസ് ആൻഡ് കേരളാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസസ്. ഇതുപോലുള്ള ഒരുപാട് ജോലികളിലും ഈ ഒരു കുടുംബശ്രീ മെമ്പേഴ്സ് എത്തിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് അഡോപ്റ്റഡ് ദ കുടുംബശ്രീ മോഡൽ. ഇന്ത്യയിലുള്ള മോസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സിലും ഒരുപാട് സ്റ്റേറ്റ്സിലും എന്താണ് ഈ ഒരു കുടുംബശ്രീ മോഡൽസ് ഉണ്ട്. കുടുംബശ്രീസ് എക്സ്പീരിയൻസസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ പോവർട്ടി അലീവിയേഷൻ, ദ ക്രിയേഷൻ ഓഫ് നോളജ് എക്കോണമി ആൻഡ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു സോഷ്യൽ ക്യാപിറ്റൽ ഫോർമേഷൻ. എന്നൊക്കെയാണ് ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ ഈ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന്, രാജ്യത്തിൻ്റെ ഒരു ക്യാപിറ്റൽ, ഈ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഓർഗനൈസ് ആൻ ഇൻ്റർവ്യൂ വിത്ത് കുടുംബശ്രീ യൂണിറ്റ് മെമ്പേഴ്സ് ഇൻ യുവർ ഏരിയ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കുടുംബശ്രീസ് വർക്ക് ഈസ് ഹെൽപ്ഫുൾ ഇൻ പോവർട്ടി അലീവിയേഷൻ. എങ്ങനെയാണ് ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കാൻ കുടുംബശ്രീയിലെ ആളുകളെ സഹായിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള കുടുംബശ്രീയിലുള്ള മെമ്പേഴ്സുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്താൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് സെക്യൂരിറ്റി. എന്താണ് ഫുഡ് സെക്യൂരിറ്റി? ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഓൾവേസ് ആൻഡ് ടു ഗ്യാരണ്ടി നെസസറി സർക്കംസ്റ്റാൻസസ് ടു ഒബ്റ്റെയിൻ ഇറ്റ്. ഫുഡ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതാണ് എല്ലാ ആളുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സേഫായിട്ടുള്ള
ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിനാണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. വൈ കാൺ ഫുഡ് സേഫ്റ്റി ബി എൻഷ്യൂർഡ്? എന്തുകൊണ്ടാണ് ഈ ഒരു ഫുഡ് സേഫ്റ്റി നമുക്ക് എൻഷ്യൂർ ചെയ്യാൻ പറ്റാത്തത്? അതിന് കുറച്ച് കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, ലോ ഇൻകം, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ, പ്രൈസിലുള്ള വരുന്ന റൈസിൻ പ്രൈസസ് വിലക്കയറ്റം, ദെൻ ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവർക്കും ഒരുപോലെ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാത്ത അവസ്ഥ. ഇനി എന്തൊക്കെ ആഡ് ചെയ്യാം? ലിമിറ്റഡ് റിസോഴ്സസ്, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ദെൻ നെഗ്ലക്റ്റ് ഓഫ് ഫുഡ് ക്രോപ്സിനെ അവഗണിക്കുന്നു, ദെൻ ലാക്ക് ഓഫ് അവയർനെസ്, ആളുകളുടെ ഇടയിൽ ഒരു അവയർനെസ് ഇല്ലാത്ത അവസ്ഥ, ദെൻ കറപ്ഷൻ, നമ്മുടെ നാട്ടിലുള്ള അഴിമതി, ഇതൊക്കെ ഇതിന് കാരണമാകുന്നു. which are the government agencies that distribute food grains at subsidy റേറ്റിൽ ഭക്ഷ്യധാന്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് ഏതൊക്കെയാണ്? സിവിൽ സപ്ലൈസ്, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, കുടുംബശ്രീ യൂണിറ്റ്സ്, മാവേലി സ്റ്റോഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹങ്കർ ഫ്രീ കേരള, ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പില്ലാത്ത കേരളം, അതായത് ഉദ്ദേശം എന്താണ്? പട്ടിണി, പോവർട്ടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുക. ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് ഹങ്കർ ഫ്രീ കേരള പ്രോജക്റ്റ് ഈസ് ടു എലിമിനേറ്റ് ഹങ്കർ ആൻഡ് മേക്ക് കേരള ഹങ്കർ ഫ്രീ സൊസൈറ്റി, ഹങ്കർ ഫ്രീ സ്റ്റേറ്റ്. കേരളത്തിൽ വിശപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലാതാക്കുക, അതായത് എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഹങ്കർ ഫ്രീ കേരള പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. From 2017 to 2018, the project being run with the help of Kudumbashree and local self-government bodies. കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ് ബോഡീസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി 2017 മുതൽ 2018 വരെ ഇത് നടത്തിക്കൊണ്ടിരുന്നു. ത്രൂ സച്ച് ഇന്നോവേറ്റീവ് പ്രോജക്ട് ദ എയിം ഈസ് ടു അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ബൈ എൻഷുറിങ് ആഡിക്വേറ്റ് ഫുഡ് ഫോർ ആൾ. ഇതിൻ്റെ ഒരു എയിം എന്താണ്? എല്ലാവർക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം. Adequate amount of nutritious food is necessary to maintain a healthy life. ഒരു ആരോഗ്യപൂർണ്ണമായ ജീവിതം നയിക്കാൻ എന്താണ്? അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ആവശ്യമായിട്ടുള്ള അളവിൽ ലഭിക്കണം. ഫുഡ് ഇൻസെക്യൂരിറ്റി ജനറലി അഫക്ട്സ് ദ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഒരു ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ അധികമായിട്ട് കണ്ടുവരുന്നത് എവിടെയാണ്? എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സൊസൈറ്റിയിലുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ളൊരവസ്ഥ. But when faced with earthquakes, droughts, floods, tsunamis, epidemics, etc., food insecurity affects other sections of the nation. പക്ഷേ എന്താണ്? ഈ ഒരു ഫ്ലഡ്, ഭൂകമ്പം, വരൾച്ച, ഭൂമികുലുക്കം, ഏതെങ്കിലും അസുഖങ്ങളുള്ള അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു ഫുഡ് ഇൻസെക്യൂരിറ്റി വരും, ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കാത്തൊരവസ്ഥ വരും. Scarcity of food can be solved to some extent by effective implementation of പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവരുന്നതോടുകൂടെ, അതിലൂടെ ഭക്ഷണങ്ങൾ ആളുകൾക്ക് എത്തിക്കുന്നതിലൂടെ എന്താണ്? ഈ ഒരു ഭക്ഷണം ലഭിക്കാത്തൊരവസ്ഥ ഒരു പരിധി വരെ ഇല്ലാതാക്കാം എന്നാണ് പറയുന്നത്. Extended activities. Find out and describe farming practices that uses advanced technology as opposed to traditional farming practices. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ഫാമിംഗ് പ്രാക്ടീസസ് കണ്ടെത്താനാണ്. ഇപ്പം നിങ്ങൾ പാടി കൾട്ടിവേഷനിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നെല്ല് കൊയ്യാനും നടാനും ഒക്കെ മെഷീൻസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പണ്ട് ആളുകൾ മാനുവലി ചെയ്തിരുന്ന കാര്യമാണ്. പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ആൻഡ് പോവർട്ടി ഇറാഡിക്കേഷൻ. ഈ ഒരു പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് എന്നുള്ളതിനെ കുറിച്ചൊരു സെമിനാർ എഴുതി തയ്യാറാക്കാനാണ്. ഓർഗനൈസ് ഇൻ്റർവ്യൂസ് വിത്ത് കുടുംബശ്രീ മെമ്പേഴ്സ് റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് കുടുംബശ്രീ. ഓൾറെഡി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. കുടുംബശ്രീയിലെ ആളുകളുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുക, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നത്, ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കാൻ അവരെങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അവരോട് ഇൻ്റർവ്യൂ ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആർ ഗിവൺ ബിലോ. ഈ ഒരു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് മനസ്സിലാക്കി ഈ ഒരു താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീമാണ്. ഈ സ്കീം എന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? 2006.
ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സേഫ്റ്റിയാണ്, ഒരു സാമൂഹിക സുരക്ഷയാണ് ഉറപ്പുവരുത്തുന്നത്. ദെൻ ഫസ്റ്റ് 2 districts ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോജക്റ്റ് ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡിസ്ട്രിക്ട്സ് വയനാടും പാലക്കാടുമാണ്. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഗ്യാരണ്ടീഡ്, ഇവർ ഗ്യാരണ്ടി ചെയ്യുന്ന വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ദെൻ കറണ്ട് ഡെയിലി വേജ് ആസ് പെർ ദ സ്കീം, കേരളത്തിലുള്ള കറണ്ട് ഡെയിലി വേജ് ആണ് 346 എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം, ഈ സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മാനേജ്മെൻറ്റ് വർക്ക്, ദെൻ അഗ്രികൾച്ചറൽ ആൻഡ് ലൈഫ് സ്റ്റോക്ക് റിലേറ്റഡ് വർക്ക്സ് ഉണ്ട്, ഫിഷറീസ് ആൻഡ് വർക്ക് ഇൻ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ റിലേറ്റഡ് വർക്ക്സ്. ഇതുപോലത്തെ ഒരുപാട് ടൈപ്സ് ഓഫ് വർക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.